2000 കലാഭവൻ്റെ ഒപ്പം പോയപ്പോഴേ സ്പേസ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈഡ് ഫ്രണ്ട് ഒരു ബോട്ട് പോലെയാണ് 3 പേർക്ക് ഇരിക്കാം. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇരുമ്പ് റാഡ് വന്ന് നമ്മളിങ്ങനെ അങ്ങ് ലോക്ക് ചെയ്യും. ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, നമ്മൾ അതിനകത്ത് ഇങ്ങനെ പിടിച്ച് ഇരുന്നാൽ മതി. അപ്പോൾ ഫ്രണ്ടിൽ പോകുന്ന ഇതിനകത്ത് നമ്മുടെ തെസ്നി ഖാൻ, അങ്ങനെ ഒരു 2-3 പേര് ഇരിപ്പുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ പ്രചോദ്, അതിൻ്റെ പുറകെ ജയകുമാർ, ഏറ്റവും ബാക്കിൽ ഇച്ചിരി പൊങ്ങിയിട്ട് ഞാനായിരിക്കുന്നു. നമ്മളിങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ പോയി ഒരു ഗേറ്റിനടുത്ത് ഫ്രണ്ട് പറഞ്ഞു വെൽക്കം ടു സ്പേസ് മൗണ്ടൻ. ഇത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വെൽക്കം എന്ന് പറഞ്ഞു ഗേറ്റ് അങ്ങോട്ട് ഓണായത് എന്ന് പറഞ്ഞൊരു ഒറ്റ പോക എന്നൊക്കെ കറങ്ങി പോകുന്നുണ്ട്. എല്ലാവരും ഇതിനകത്ത് പിടിച്ചിട്ട് ആ എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കുക. ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു കൈ റാഡില്ല, ഒരു കൈ വിഗില. ഷോയുണ്ട്, ഈ സാധനം പറഞ്ഞു പോയി കഴിഞ്ഞാൽ എവിടെ ചെന്ന് ഞാനൊരു കൈ ഇവിടെ ഇടയ്ക്കൊന്ന് കണ്ടു തുറക്കും. ഈ ഹരിശ്രീ മാർട്ടിൻ ചേട്ടൻ ഇതുപോലെ നമ്മൾ ഈ സ്കേറി വേൾഡ് എന്ന് പറയില്ല, എന്താ ഹോണ്ടഡ് ഹൗസോ, നമ്മളെ പേടിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലോറിനകത്ത് മുഴുവൻ അവർ ഇരുട്ട് ചെറിയ റെഡ് ലൈറ്റുകൾ അവിടെ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇരുട്ടത്ത് തപ്പി പിടിച്ചാണ് നടക്കുന്നത്. അപ്പം മാർട്ടിൻ ചേട്ടൻ ഇതൊന്നും കണ്ടിട്ടുമില്ല, കയറിയിട്ടുമില്ല, ഇതെന്താ പരിപാടി എന്നും അറിയത്തില്ല. പുള്ളി ഇങ്ങനെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും കയറി. അപ്പോൾ ഇടയ്ക്ക് ചില ഡെഡ് ബോഡികൾ തൂക്കിയിട്ടിട്ടുണ്ട്. ചില ആൾക്കാർ താഴെ കിടക്കുന്നുണ്ട്, ജീവനുള്ള ആൾക്കാർ. നമ്മൾ പോകുമ്പോൾ അവർ നമ്മുടെ കാലെ കയറി പിടിക്കും, എന്നൊക്കെ വെക്കും. അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. ഇവർ ഒന്നരാടവേ ഇത് പിടിക്കുള്ളൂ. ഒരുത്തനെ പിടിച്ച് നമ്മൾ കണ്ടാൽ നമ്മൾ അവിടെ പ്രിപ്പയർഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടി വരുമോ എന്ന് നോക്കി പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പിടി വരും. ഇങ്ങനെയൊക്കെയാണ്. ഞങ്ങളിങ്ങനെ പോയി ഇരുട്ടത്ത് ഇങ്ങനെ പോകുന്നു. മാർട്ടിൻ ചേട്ടൻ പുറകെ വന്നുണ്ട് ഞങ്ങളുടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു അലാറം അടിച്ചു. ഇതിനകത്തെ ലൈറ്റുകൾ ഫുൾ ഓണാക്കി. എന്തോ അപകടം സംഭവിച്ചാൽ അങ്ങനെ ചെയ്യുന്നത്. ലൈറ്റ് ഓണാക്കിയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഒരു പ്ലെയിൻ സ്ഥലം ഇവരങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. എങ്കിലും എന്തിനാണ് ലൈറ്റ് ഓണാക്കിയെന്ന് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു ചൈനക്കാരനെ മാർട്ടിൻ ചേട്ടൻ ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. ഒരു ചൈനക്കാരനെ ഇങ്ങനെ പിടിച്ചേക്കുക. ഞാൻ എന്താ മാർട്ടിൻ ചേട്ടാ വെച്ചപ്പോൾ മാർട്ടിൻ ചേട്ടൻ പറയാ ഇവൻ ഒളിച്ചിരുന്ന് എന്നെ പേടിപ്പിച്ചെന്ന്. എൻ്റെ ചേട്ടാ, ആ ഇരുട്ടത്ത് ആ ചൈനക്കാരനെ അതിനകത്തോട് ഓടിച്ചിട്ട് മാർട്ടിൻ ചേട്ടൻ പിടിച്ചിട്ട് ടൂർ വരുന്നിടത്ത് ഈ സൈസ് പോക്കൃതം കാണിക്കരുത് കേട്ടല്ലോ. നമ്മൾ ഫാമിലി ആയിട്ട് ടൂർ വരുന്ന സ്ഥലത്ത് ഒളിച്ചിരുന്ന് പേടിപ്പിക്കണ എന്നൊക്കെ ചൈനക്കാരനെ പേടിപ്പിക്കുക. എന്നിട്ട് ചൈനക്കാരൻ